എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കുട്ടിക്കാലം തൊട്ടേ വീട്ടിൽ കണ്ണാന്ന് വിളിക്കായിരുന്നു. എന്നെ കണ്ണാന്ന്. അപ്പം കണ്ണൻ എന്താ ഏതാന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡ് എനിക്ക് കണ്ണനെ കാണിച്ചു തരുന്നത്. അതുവരെ എന്ന് വെച്ചാൽ കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ പേര് വിളി ഏറ്റവും വലിയ അപമാനമായിട്ട് തോന്നിയ ഒരു വ്യക്തിയാണ്. കണ്ണൻ എന്ന് വെച്ചാൽ കണ്ണൻകുട്ടി നായർ എന്നൊക്കെ വിളിക്കുക. ഇപ്പൊ കണ്ണൻ എന്നുള്ള പേരുള്ളവരെല്ലാം ഇപ്പം ഞാൻ അഭിമാനിക്കുന്നു കണ്ണൻ എന്ന് വിളിക്കുന്നതിനു. എത്രാമത്തെ വർഷം കല്യാണം കഴിഞ്ഞ? 2009 കല്യാണം കഴിഞ്ഞത്. 2009 വരെ കൃഷ്ണനായിരുന്നു അല്ലെങ്കിൽ കണ്ണനായിരുന്നു അറിയത്തില്ലായിരുന്നു? ഇല്ല, എന്താ വെച്ചാല് ഞാൻ എന്റെ നാട് എന്ന് പറയുന്നത് മുസ്ലിംസ് മാത്രം തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. ഹിന്ദുസ് ഉണ്ട്, പക്ഷെ കുറവാണ്. അമ്പലങ്ങളില്ല, പള്ളി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്കൊരു ടിവിയിൽ വരെ ഒരു അമ്പലത്തിൻ്റെതും ഈ അമ്പലത്തിന്റെ പാട്ടൊക്കെ വരുന്ന സമയത്ത് വീട്ടില് TV ഓഫ് ചെയ്യണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു എന്റേത്. അപ്പൊ കണ്ണൻ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഈ കണ്ണനെ കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് കണ്ട കണ്ണൻ എങ്ങനെയായിരുന്നു? ലഡു എടുത്ത് കഴിക്കുന്ന ഒരു കണ്ണനില്ലേ, ഫ്രൂട്ട്സ് ഒക്കെ പാത്രത്തിലായിട്ടുള്ള, അതായിരുന്നു ഫസ്റ്റ് കണ്ടത്. അപ്പൊ കണ്ടപ്പം തോന്നിയത് എന്ന് വെച്ചാൽ ഒരു കുട്ടി, ഒരു ക്യൂട്ട് ബേബി, അത് പാവം. അപ്പൊ കണ്ടപ്പോ പിന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറെ ഈ അരഞ്ഞാണൊക്കെ കെട്ടിയ കുറെ കണ്ണനെ കണ്ടു. ഭയങ്കര രസം, ഒരു കൗതുകമാണല്ലോ കാണുന്നത്. പിന്നീട് കണ്ണനെ കാണുമ്പോ ഒക്കെ ശ്രദ്ധിക്കല് തുടങ്ങി. അങ്ങനെ ഞാൻ 2013 എന്റെ രണ്ടാമത്തെ മകളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതേ സമയം ഞാൻ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞു, തീരും അനങ്ങരുത്. അപ്പൊ ഷെഡിലായി താമസം ഉള്ളത് കൊണ്ട് അവര് പറഞ്ഞു, എന്ന് വെച്ചാൽ എനിക്ക് ഹസ്ബൻഡ് പുറത്തേക്ക് ഒരു കട്ടിലിട്ട് തന്നിട്ടുണ്ടായി. എന്ന് വെച്ചാൽ നല്ല ചൂടാ, എയർലാക്സിന്റെ ഷീറ്റ് ആയതുകൊണ്ട്. അപ്പൊ പുറത്തേക്ക് ഒരു കട്ടിലിട്ട് തന്നിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് പോയി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വാർപ്പിന് വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന കുറെ പേപ്പർ ഉണ്ടായി. അതിന്റെ കൂട്ടത്തിൽ ഇതേപോലെ ഒരു കുമ്പിട്ട് ലഡു എടുത്ത് കഴിക്കുന്ന ഒരു കണ്ണന്റെ ഫോട്ടോ കണ്ടു. കുഞ്ഞു കണ്ണൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു കൗതുകം പോലെ, കാരണം ക്യൂട്ടാണ്, വേറൊരു പണിയും ഇല്ല. അങ്ങനെ ഇരുന്ന് വരച്ചാലോ എന്ന് തോന്നി. വേറെ പണി ഇല്ലാത്തോണ്ടാണോ വരച്ചത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം ബോറടിച്ചിരിക്കുകയാണ്. ഷെഡ് താമസിക്കുമ്പോ അതിന്റെ അവസ്ഥ മനസ്സിലാവും. കാരണം എങ്ങോട്ടും പോകാനും ഇല്ല, ഒരു പണിയും ഇല്ലാത്തൊരവസ്ഥയാ, ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ആ കണ്ണൻ ആദ്യമായിട്ട് ഞാൻ വരയ്ക്കുന്നത്. വരച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷായി. കാരണം സ്വന്തം പടം വരച്ചതുകൊണ്ട് സ്വയം സന്തോഷിച്ചു. തീർച്ചയായിട്ടും സന്തോഷിച്ചു. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കണ്ണുമൂക്കൊന്നും വലിയ റെഡി ആയിട്ടില്ലെങ്കിൽ പോലും പക്ഷെ കാണാനൊരു കോലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു, കണ്ണനൊക്കെ അടിപൊളിയാണ്, പക്ഷെ നിന്റെ വീട്ടുകാര് കാണണ്ട, നശിപ്പിച്ച ആളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കാകെ വേണ്ട, ആദ്യമായിട്ട് വരച്ചത്, ജീവിതത്തിൽ ആദ്യമായിട്ട് വരച്ച ചിത്രം, അങ്ങനെ തന്നെ പറയാം.